ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പിരിഞ്ഞു പോകാനായിട്ട് ഇടയായിട്ടുള്ളതിൻ്റെ ആ ഒരു യഥാർത്ഥ കാരണം എന്താണ്, നിങ്ങൾ പിരിയാനുള്ളതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വിട്ടേക്ക്. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 6 ഓഫ് സോഡ്സിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ടവർ കാർഡാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ അപ്രതീക്ഷിതമായ കുറേ കാര്യങ്ങൾ കടന്നു വന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായ കുറേയേറെ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് ഒക്കെ കടന്നു വന്നു. ആ ഒരു സത്യത്തെ ഫേസ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നീണ്ടു നിന്ന ആ ഒരു അസ്വസ്ഥത ഒടുവിൽ ഒരു പൊട്ടിത്തെറിയായി മാറി. അങ്ങനെയാണ് നിങ്ങൾ ഒരു പിരിഞ്ഞു പോകാൻ ഉള്ള ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്നാണ്. കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ ഒരു അസ്വസ്ഥത ഇങ്ങനെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു പൊട്ടിത്തെറിയായി മാറിയപ്പോൾ അതൊരു പിരിഞ്ഞ് രണ്ടു വഴിക്കായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അതാണ് ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന്, അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ 3 ഓഫ് സോഡ്സിന്റെ ഒരു കാർഡാണ് അതിനുശേഷം വന്നിട്ടുള്ളത്. അപ്പം ഇത് മനസ്സിൽ ഒത്തിരിയേറെ വേദനകളും തെറ്റിദ്ധാരണകളും, ഒരിക്കലും ഇനി ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ. അപ്പോൾ അവര് മനസ്സിന്റെ ഉള്ളിൽ പറയാതെ അടക്കി വെച്ച കുറേയേറെ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ നിന്ന്. ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ തുറന്നു പറഞ്ഞു. അതോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, അതുപോലെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു മനസ്സിന്റെ വേദനകളും തെറ്റിദ്ധാരണകളും ഒരിക്കലും ഇനി പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് നിങ്ങളും വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഒത്തിരിയേറെ വിഷമത്തിലൂടെ വേദനയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കാം ഇത് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ വരുന്നത് 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഒരാൾക്ക് ഈ ഒരു ബന്ധത്തിൽ, നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് ഈ ഒരു ബന്ധത്തിൽ വളരെയധികം ഒറ്റപ്പെടലും, അതായത് ഒരു ഇമോഷണലി ആ ഒരു പേഴ്സന്റെ കൂടെ നിൽക്കുന്നില്ല എന്നൊരു തോന്നലും അനുഭവപ്പെട്ടു എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം നിൽക്കുന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളിലും ഓക്കെയാണ്, റിലേഷൻഷിപ്പിൽ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇമോഷണലി പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എപ്പോഴും താൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യത്തിനും പോരാടുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയേറെ എഫേർട്ട് ഇടുന്നത് നിങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ വളരെയധികം എഫേർട്ട് ഇടുകയും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു എഫേർട്ടിന്റെ തണലിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങളോ ഇനി എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്ന സമയത്തോ ഒക്കെ നിങ്ങളായിരിക്കാം മുൻകൈ എടുത്ത് ആ ഒരു ഡിസിഷൻസ് എടുക്കുകയും ഇമോഷണലി ഈ ഒരു പേഴ്സണെ കൂടി കൂട്ടിക്കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോയിക്കണം. അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഫെഡപ്പ് ആയിട്ടുണ്ടാവാം എന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. അതാണ് നമുക്കിവിടെ 5 ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡ് വഴി മനസ്സിലാക്കാനും പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിൽ ഉണ്ട് എങ്കിൽ പോലും താൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളിലും പോകുന്നത്. ഇമോഷണലി പോലും തനിക്കൊരു സപ്പോർട്ട് തരാനായിട്ട് ഈ പേഴ്സണ് കഴിയുന്നില്ല, അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്ന്, ഞാൻ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് പോരാടുന്നത് എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് തോന്നുന്നത്. അപ്പം ആ ഒരു ഫീലിങ്സിന്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിൽ ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറേ കാര്യങ്ങൾ ഇവരോട് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി അതിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വിഷമങ്ങളെല്ലാം നിങ്ങൾ തുറന്ന് പറഞ്ഞ് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. അതാണ് ഒരു പിരിയലിന് കാരണമായത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് 7 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അവ്യക്തതയാണ്, ഒരു വ്യക്തതയില്ലാത്തൊരവസ്ഥ, ഒന്നിനും ഒരു വ്യക്തതയില്ല. നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ
രണ്ടു കൂട്ടർക്കും നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാകും. ആ ഒരു കോമൺ ഗോളിനെ ചുറ്റിപ്പറ്റി നമുക്ക് കുറച്ചധികം ഗോളുകൾ ഉണ്ടാകും. നമുക്ക് നെക്സ്റ്റ് ലെവൽ ഇത് ചെയ്യണം, അതിനുശേഷം അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒന്നിനും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. വ്യക്തത ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിച്ചു എങ്കിൽ പോലും നിങ്ങൾ അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് ആ രീതിയിൽ വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനോ ഒന്നും കഴിയാത്തൊരു വ്യക്തിയായിരുന്നു. തീരുമാനത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ആരെങ്കിലും എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത് എന്ന് ഈ ഒരു വ്യക്തിക്ക് ധാരണയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് എഫേർട്ട് ഇട്ട് ഈ ഒരു വ്യക്തി കൊണ്ടുപോകാൻ നോക്കിയാൽ പോലും ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാനോ, റിലേഷൻഷിപ്പിലുണ്ട്, നിങ്ങളോട് ഇഷ്ടമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു വ്യക്തത നൽകാനോ ക്ലാരിറ്റി നൽകാനോ ഒന്നും ഒരു വ്യക്തി തയ്യാറായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ വരുന്നത് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആകാം ഈ ഒരു നിങ്ങൾ തമ്മിൽ വേർപിരിയാനുണ്ടായ കാരണങ്ങളിൽ ഒരു കാരണം ഇതുമായിരിക്കാം എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് പിന്നെ നമുക്ക് വരുന്നത്. അപ്പം ഒരു ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെയാകാൻ, ഒരു ക്ലാരിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിന് ഇല്ലാതാകാനുള്ള മെയിൻ ആയിട്ടൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഒരു ആവേശത്തിൽ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ പ്രായത്തിന്റെ ഒരു വളരെ യങ്ങർ ഏജൊക്കെ ഉള്ള സമയത്ത് എടുത്ത പല തീരുമാനങ്ങളും തെറ്റായി പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എടുത്തു ചാടിയിട്ട് പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങളൊന്നും ആലോചിക്കാതെ ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മളൊരു കാര്യം ചെയ്യുന്നു, അവിടെ വളരെയധികം സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെയുള്ള എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഒരു ആവേശത്തിൽ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റിൽ പല തീരുമാനങ്ങളും എടുത്തു. പക്ഷെ ആ ഒരു പെട്ടെന്നുണ്ടായ ആ ഒരു ഫീലിങ്സ് പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തതിന്റെ ഫലമായിട്ട് അവിടെ പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കൂടെ നിന്നിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയൊക്കെ ഈ ഒരു ബന്ധത്തിന്റെ ഒരു സ്ഥിരതയിൽ നിന്ന് നിങ്ങളെ പതിയെ പതിയെ മാറ്റി എന്നാണ് മനസ്സിലാകുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്യൂൻ ഓഫ് സോഡ്സിന്റെ ഒരു കാർഡാണ്. അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ വളരെയധികം വിഷമത്തിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയ സമയങ്ങളിലൊക്കെ നിങ്ങളെ ഇമോഷണലി പോലും സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ചില സത്യങ്ങൾ അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് തുറന്നടിച്ച് പല കാര്യങ്ങളും പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളിങ്ങനെ പോരാ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബിൽഡ് ചെയ്യാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ എടുത്ത തീരുമാനങ്ങൾ വീണ്ടും മാറ്റേണ്ടതായിട്ട് വരും. അതൊന്നും ഈ ഒരു പേഴ്സണ് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ആ ഒരു പേഴ്സണോട് അതങ്ങനെ ചെയ്തേ പറ്റൂ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിന്റെ ട്രൂത്ത് ഇതാണ് എന്ന് നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ വരുന്നത് 10 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ നോ പറയുകയും അല്ലെങ്കിൽ ഇതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് ട്രൂത്ത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ രണ്ടുപേർക്കും രണ്ട് അഭിപ്രായം വരികയാണ് അവിടെ. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ 10 ഓഫ് വാൻഡ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാധ്യതയായി തോന്നി തുടങ്ങുന്ന ഒരു സമയം. അതായത് ഒരാൾക്ക് അമിതമായിട്ടും അവരൊരു ഭാരം ചുമക്കുന്നത് പോലെ തോന്നുന്നു. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒരു ടൈമില് പല കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകുന്നു. ഇമോഷണലി സപ്പോർട്ടില്ല, ഫൈനാൻഷ്യലി സപ്പോർട്ടില്ല, എങ്കിലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ശ്രമിച്ച് നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ മടുക്കും. അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തും. ആ ഒരു ലെവലിൽ എത്തുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് ഈ 10 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പം അമിതമായ ഒരു ഇമോഷണൽ ഓവർലോഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഫിസിക്കൽ പരമായ കാര്യങ്ങളും സാമ്പത്തികപരമായ കാര്യങ്ങളും എല്ലാത്തിലും ഫെഡപ്പായി പോയ ഒരു പേഴ്സണെയാണ് കാണാനായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ തന്നെയോ അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു പല പല കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. പല പല കാര്യങ്ങൾക്ക് ഇവര് നോ പറയുമ്പോൾ അതിനൊത്ത് നിൽക്കേണ്ടി വരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നടക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് അവരും ചിന്തിച്ചു. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് രണ്ടുപേർക്കും ഒരു ബാധ്യതയായി തോന്നി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഏറ്റവും കൂടുതൽ ഒരു ഇമോഷണൽ വൈസ് നോക്കിയാലും അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലും കൂടുതലൊരു ഭാരം ചുമന്നിട്ടുള്ളത് നിങ്ങളാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണും ഇതൊരു ബാധ്യതയായി എന്ന രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയ സമയങ്ങളായിരുന്നു ആ ഒരു സമയങ്ങളൊക്കെ. പിന്നെ വരുന്നത് 4 ഓഫ് കപ്സ് ആണ്.
അപ്പൊ തന്നെ നമുക്കറിയാം അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് റിലേഷൻഷിപ്പ് പോകുന്നു. അപ്പൊ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾ പോലും പലപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ടൈമിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണല്ലോ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു നല്ല കാര്യങ്ങൾ പോലും ഈ ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് കാണാതെ പോയ ഒരവസ്ഥയിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോയി എന്നുള്ളതാണ്. പിന്നെ ഒരു പേജ് ഓഫ് സോർട്സിന്റെ ഒരു കാർഡാണ് വരുന്നത്. അപ്പൊ അവിടെ പല സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് ഒരു ഡൗട്ട് തോന്നുന്നു, അതുപോലെ ആ ഒരു പേഴ്സണ് നിങ്ങളോടും ഡൗട്ട് തോന്നുന്നു. ഇവിടെ ഒരു സംശയം അല്ലെങ്കിൽ നിങ്ങളെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങുന്നു. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്ന ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ പോലും അവരുടെ ഒരു ഈഗോ ജയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഒരു പരസ്പര വിശ്വാസമില്ലാത്ത ചെറിയ ചെറിയ ഒരു വിള്ളലുകൾ നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് അതിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറയില്ലേ, ഇത് ശരിയാണോ എന്ന രീതിയിൽ ഡൗട്ട് അടിക്കുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കടന്നു വരാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു പേജ് ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഏജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഫീലിങ്സുകൾ ആ ഒരു ഇത്രയൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് സമയത്ത് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ഇമോഷണൽ ഫീലിങ്സുകൾ അവിടെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇമോഷണലി പിന്മാറാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു. കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ഒരാൾ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കണം. ഇതിൽ നിന്ന് ഞാൻ മാറണം എന്ന് ഉള്ളിന്റെ ഉള്ളിൽ തീരുമാനിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ശക്തമായിട്ട് ഇതിൽ നിന്ന് മാറണം എന്ന് ഉള്ളിന്റെ ഉള്ളിൽ തീരുമാനിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ വരുന്നത് 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. അപ്പൊ ജീവിതത്തിലെ മറ്റു ഉത്തരവാദിത്തങ്ങളും ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള പേഴ്സൺസ് ആയിരിക്കാം. ഈ ഒരു കാര്യങ്ങളും എല്ലാം കൂടി ബന്ധവും ഈ ഒരു റിലേഷൻഷിപ്പും എല്ലാം കൂടി ബാലൻസ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ ഒരു ജീവിതത്തിലെ മറ്റു ഉത്തരവാദിത്തങ്ങളും ബന്ധങ്ങളും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്തങ്ങളിൽ പെട്ടുപോയി അങ്ങനെ ഈ ഒരു പിന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം എന്ന രീതിയിൽ മാറിപ്പോയ വ്യക്തികളുടെയും എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ് പിന്നെ വരുന്നത്. അപ്പോൾ ഫീലിങ്സുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു വളരെയധികം സ്നേഹത്തിന്റെ ഫീലിങ്സ് ഉണ്ട്, കെയറിങ്, പ്രൊട്ടക്ഷൻ, എല്ലാ ഫീലിങ്സുകളും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ അതൊരു പക്വമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയാതെ പോയി എന്നുള്ളതാണ് നമുക്കിവിടെ മെയിനായിട്ട് ഒരു റീസൺ, ഈ നിങ്ങൾ പിരിയാനിടയായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്നേഹം ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു മെച്ചുറായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് രണ്ടുപേർക്കും കഴിയാതെ പോയി. അതാണ് ഇവിടെ ഈ ഒരു സെപ്പറേഷന് മെയിൻ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ 6 ഓഫ് സോർഡ്സ് ഉണ്ട്, ലാസ്റ്റ് കാർഡാണ്. ഒരു അവസാനമായിട്ടുള്ള ഒരു തീരുമാനം എന്ന നിലയിൽ ഒരു സമാധാനം തേടി, ഒരു പീസ് തേടി മുന്നോട്ട് പോകാം എന്ന രീതിയിൽ ഒരു വേദനയോടെ ഈ ഒരു ചേഞ്ച്, ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ടു കൂട്ടരും അംഗീകരിച്ചു, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് പോയി. വളരെയധികം വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു സെപ്പറേഷനിൽ പോകുമ്പോഴെങ്കിലും മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് എങ്കിൽ പോലും ഒരു ഇനി മുന്നോട്ട് പോകണം, ഒരു പീസ് വേണം എന്നൊരു ചിന്തയോടെ വളരെ വേദനയോടെ ഒരു മാറ്റത്തെ സ്വീകരിച്ചതായിട്ട് ആ ഒരു സെപ്പറേഷനിലേക്ക് പോയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു പിരിയല് ഒറ്റ ഒരു കാരണത്താൽ സംഭവിച്ചതല്ല, ഒരു പ്രത്യേക ഒരു കാരണത്താൽ സംഭവിച്ചതല്ല എന്നാണ് കാണുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഉണ്ടായിട്ടുണ്ടാകാം. അത് നമുക്ക് ഫസ്റ്റ് കാർഡിൽ ആ ഒരു ടവർ കാർഡ് കാണുന്നത് അതാണ്. ആ ഒരു സമയത്ത് ആ ഒരു പ്രത്യേക കാരണം ഉണ്ടായിട്ടുണ്ട്, അതിലായിരിക്കാം നിങ്ങൾക്ക് സെപ്പറേഷൻ സംഭവിച്ചിട്ടുള്ളതെങ്കിലും അതിന് മുന്നമേ നിങ്ങൾ ഇമോഷണലി രണ്ടുപേരും ഒത്തിരി പിന്മാറിയതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നായിക്കോട്ടെ, ഈ ഒരു പേഴ്സണിൽ നിന്നായിട്ട് ഇമോഷണലി നിങ്ങൾ ഒരുമിച്ചുള്ള ആളുകളായിരുന്നെങ്കിൽ കൂടി മാനസികമായിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് പതിയെ ഇറങ്ങി പോന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്തായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവത്തെ തുടർന്നാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാകാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഒരൊറ്റ ഒരു കാരണമല്ല ഇത് സംഭവിച്ചിട്ടുള്ളത്. പല പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഉള്ളിൽ
അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ വേദനകൾ. അപ്പോൾ പിന്നെ ഇവിടെ വരുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് നന്നായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. നമുക്ക് ഈ ഒരു കാർഡ് കിങ് ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ് നോക്കുമ്പോൾ അവിടെ ഒരു പക്വപരമായിട്ട് അല്ലെങ്കിൽ മെച്യൂറായിട്ട് നിങ്ങളുടെ വികാരങ്ങളെ അല്ലെങ്കിൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഫെയിലിയർ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഫീലിങ്സുകൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റു ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ കൂടിയും അപ്പോൾ ഇവിടെ ഈ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയും റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അതാണ് പിന്നെ ഒരു പ്രശ്നമായിട്ട് ഇവിടെ പറ്റിയത്. ജീവിതത്തിൽ ഈ എല്ലാ സമ്മർദ്ദങ്ങളും കൂടെ കൂടി ചേർന്നപ്പോഴാണ് ഒത്തുചേർന്നപ്പോൾ ഈ ഒരു ബന്ധം, ഈ റിലേഷൻഷിപ്പ് താങ്ങി നിർത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഇരുവരും ഉള്ളിൽ പരസ്പരം കെയർ ചെയ്തിരുന്നു, സ്നേഹിച്ചിരുന്നു. അത് ശരിക്കും പ്രകടിപ്പിക്കാനായിട്ട് രണ്ടുപേർക്കും പറ്റിയില്ല എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു പോകാനായിട്ടുള്ള ഒരു മെയിൻ കാരണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ ഒരു റീഡിംഗ് കാണുന്ന നിങ്ങൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എന്ന് നമുക്ക് ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഫസ്റ്റ് ആദ്യം തന്നെ സ്വയം ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സെപ്പറേഷന്റെ വേദന ഇനിയും ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറി മുന്നോട്ട് പോരാനായിട്ട് പറ്റിയില്ല അല്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വേദന ഉണ്ട് എന്ന് നിങ്ങൾ ഇല്ല ആ വേദന എടുത്തു മാറ്റാനായിട്ട് ശ്രമിക്കാതെ അത് അക്സെപ്റ്റ് ചെയ്യുക. അതവിടെ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ വിഷമങ്ങളും അതിൽ പറയാതെ പോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് പറയാൻ പറ്റുന്ന ആരെങ്കിലുമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കരയാനൊക്കെ ഉള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എപ്പോഴും കരയാനൊക്കെ വരികയാണ്, അത് കരഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ ഫീലിങ്സ് പുറത്തേക്ക് വിടുക. ആ ഒരു ഫീലിങ്സുകളും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ഹീലിംഗ് നടക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. സെക്കൻഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ളൊരു ആശയവിനിമയം പഠിക്കുക. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ പറയാതെ പോയ കാര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പക്വപരമായിട്ട് അല്ലെങ്കിൽ മച്ചുവറായിട്ട് പറയാതെ പോയ കാര്യങ്ങൾ ഒത്തിരി കൂടുതലായിരുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോൾ പറയേണ്ടത് ശാന്തമായിട്ട് പറയാനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക എന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തേർഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ജീവിതം മുഴുവൻ ഈ ഒരു ബന്ധത്തെ പറ്റി ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ആരോഗ്യം, സുഹൃത്തുക്കൾ, ഹോബി എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയി ഇന്ന് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. പാസ്റ്റിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് വിടുക. എന്നിട്ട് നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഹോബീസ്, റൊട്ടീൻസ് ഇതിനൊക്കെ സമയം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബാലൻസ് നിങ്ങൾക്ക് തനിയെ വരും എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങളിലൂടെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിന് കിട്ടുന്ന ഗൈഡൻസ്. പിന്നെ വരുന്നത് ഒരു ട്രൂത്ത് എന്താണോ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അത് സെറ്റ് ആയേനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരങ്ങനെ പെരുമാറിയായിരുന്നെങ്കിൽ അത് ഓക്കെ ആയേനെ. ഈ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ ഒരു ചിന്തകളിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കരുത്. സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. ഇനി മുന്നോട്ടേക്ക് ആ സെയിം കാര്യങ്ങളിലേക്ക് ചെന്നെത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അഥവാ ആ ഒരു സെയിം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലുകയാണ്, ആ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ചെല്ലുവാണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഒരു ആത്മവിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ഇവിടെ ഒത്തിരി ആളുകൾ നിങ്ങളെ വില കുറച്ച് നിങ്ങൾ തന്നെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം തീരുമാനിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള ട്രിഗറുകളും വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലായിക്കോട്ടെ, പെരുമാറ്റത്തിലായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും ഒരു മോശപ്പെട്ട ഒരാളാണ് എന്ന രീതിയിൽ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലെ പെരുമാറിയിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ തന്നെ ഓക്കെ ഞാൻ അങ്ങനെയാണ്, അവരൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയാണ്, അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരാളാണ് എന്ന രീതിയിൽ നിങ്ങളെ വിലയിരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അവർ പറഞ്ഞതൊക്കെ വിട്ടുകളയുക.
അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പേഴ്സണോ അല്ലെങ്കിൽ ഇവരോടൊപ്പം നിൽക്കുന്ന ആളുകളോ ഒന്നുമല്ല നിങ്ങളുടെ വില തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദിവസവും ചെറിയ ചെറിയ ഒരു ലക്ഷ്യങ്ങൾ, ഒരു എയിംസ് വെക്കുക. ഓരോ ദിവസവും എന്തെങ്കിലും ചെറിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ചെറിയൊരു കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് ഇവിടെ നമുക്ക് ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഓപ്പൺ ആയിരിക്കുക എപ്പോഴും. ഓപ്പൺ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും എല്ലാവരോടും പറയുക എന്നതല്ല. നിങ്ങൾക്ക് ബൗണ്ടറീസ് വേണം. ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഒത്തിരി ആളുകൾ നമുക്ക് കാണുന്നുണ്ട്, ഒത്തിരി ഫീലിങ്സുകൾ, വേദനകൾ, വിഷമങ്ങൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഒട്ടും പുറത്ത് കാണിക്കാതെ വളരെ ചിരിച്ചു നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുടെ എനർജിയാണ് കിട്ടുന്നത്. ആ ഒരു ഫീലിങ്സുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആകുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈ ഒരു ഗൈഡൻസ് മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് കരുതി ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനായിട്ടും ശ്രമിക്കരുത് എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഒരു സ്ട്രോങ് ആകാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരൽ ഉണ്ടാകുമോ, ഇനി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നിങ്ങൾ ഒന്ന് സ്ട്രോങ് ആകണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. ലോങ് നെയിൽ. ഓക്കെ, ലോങ് നെയിലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. 639 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗാർഡനിങ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കുക്കിംഗ് ഒക്കെ താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 1, ഡിസംബർ മന്ത്. ടെക് പരമായ കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കാം. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകാമെന്ന് വിചാരിക്കുന്നു. ഗ്രീൻ കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത്. 1991 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ. നമ്പർ 31, നമ്പർ 12, 1983, acting, number 44, number 25, 1987, number 46, white butterflies. വയനാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകളാണെന്ന് വിചാരിക്കുന്നു. പോലീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കണ്ണൂർ ജില്ലയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്കൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്സിനൊക്കെ താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലെറ്റർ എ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 40 ആണ് നമുക്ക് കിട്ടുന്ന വേറൊരു ക്ലൂ. നമ്പർ 22 നമുക്ക് കിട്ടുന്നുണ്ട്. 1984 കിട്ടുന്നുണ്ട്. ലെറ്റർ ജെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൈൻഡ്നെസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോയിങ് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.